സ്വലാത്ത് എന്ന് പറഞ്ഞത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ മാത്രം നടത്താൻ പാടുള്ളൂ, നേർക്കുനേരെ. പിന്നെ നബിയോട് അനുബന്ധമായി മാത്രമേ മറ്റുള്ളവർക്ക് പാടുള്ളൂ എന്ന് പറയുന്ന ഒരു പക്ഷം ഇമാമിയങ്ങൾക്കിടയിലുണ്ട്. ഇതിൽ നിന്ന് ഭിന്നമായി കുറച്ചുകൂടി വിശാലമായാണ് നമ്മുടെ ഫിഖ്ഹും കർമ്മശാസ്ത്രവും ഈ വിഷയത്തെ കാണുന്നത്. നബിക്കു മാത്രമല്ല, നബിയെപ്പോലെ മറ്റു നബിമാർക്കും അതുപോലെ തന്നെ മലക്കുകൾ എന്നിവർക്കും, അതായത് മഅസൂമുകൾക്ക്, പാപസുരക്ഷിതത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളവർക്ക് മാത്രം പ്രാർത്ഥനയായി നിർവഹിക്കാവുന്നതാണ് സ്വലാത്ത് സലാം എന്നാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിലെ ശാഫിഈ മദ്ഹബിൻ്റെ ഫുഖഹാ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. അല്ലാത്തവരുടെ പേരിൽ അനുബന്ധമായല്ലാതെ, അതായത് നബിയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുമ്പോഴോ അതല്ലെങ്കിൽ ഒരു മലക്കിൻ്റെ മേലിൽ സ്വലാത്ത് ചൊല്ലുമ്പോഴോ വഅലൈനാന്നോ വഅലാ ഫുലാനിൻ എന്നോ മറ്റുള്ളവരെ അനുബന്ധമായി ചേർത്തുകൊണ്ടല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളുടെ പേരിലോ അല്ലെങ്കിൽ സ്വഹാബത്തിൻ്റെ കൂട്ടായ്മയുടെ പേരിൽ പോലുമോ സ്വലാത്ത് കൊണ്ട് പ്രാർത്ഥിക്കാൻ പാടില്ല, അത് ഹറാമാകുന്നു എന്നാണ് ശാഫി മദ്ഹബിൻ്റെ നിയമമായി നമ്മുടെ കിതാബുകളിലൊക്കെ വിവരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ആരെങ്കിലും വ്യക്തിപരമായി ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ഇച്ഛപ്രകാരം ചെയ്യുന്ന പരിപാടികളാകും. ഇൽമോ മസ്അലയൊന്നും അവർ നോക്കിയിട്ടുണ്ടാവരുത്.